കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസതുല്യനായ ജനനായകൻ വി.എസ്. അച്യുതാനന്ദന്റെ ഒന്നാം ചരമദിനത്തിൽ അദ്ദേഹത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. മലയാളിയുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ മറ്റൊരു നേതാവ് സമകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. 7 പതിറ്റാണ്ടിലധികം കാലം നീണ്ടുനിന്ന അദ്ദേഹത്തിന്റെ പൊതുജീവിതം വരും തലമുറകൾക്ക് എക്കാലവും ഒരു വഴികാട്ടിയാണ്. വി.എസ്. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്നാണ് അർത്ഥം. പുന്നപ്ര വയലാർ സമരഭൂമിയിൽ തുടങ്ങി അടിച്ചമർത്തലുകൾക്കും അടിയന്തരാവസ്ഥയ്ക്കുമെതിരെ പൊരുതി സാധാരണക്കാരായ മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തി. വി.എസ്. അച്യുതാനന്ദൻ എന്ന പേര് പലപ്പോഴും അദ്ദേഹം തന്നെ ഓർക്കാറില്ലായിരുന്നു. അത്രമേൽ പരന്നൊഴുകി വി.എസ്. എന്ന ദ്വയാക്ഷരി. എ.കെ.ജിക്കും ഇ.എം.എസിനുമൊക്കെ ലഭിച്ചിട്ടുള്ള അപൂർവതയാണ് അത്. വി.എസ്. കണ്ണീർ വാർക്കുന്നവരുടെ കണ്ണീർ സ്വന്തം ഹൃദയത്തിൽ ചേർത്ത് വെച്ചു. അവരുടെ മുറിവുകളിൽ കരുതലിന്റെയും കാവലിന്റെയും ലേപനങ്ങൾ പുരട്ടി. പോരാളികൾക്ക് ഊർജം പകർന്നു. അധാർമികതയുടെ കരാളതകൾക്ക് മുന്നിൽ നേരിന്റെ വജ്രായുധം നിവർത്തി. മനുഷ്യനും മാനവികതയ്ക്കും എതിരെ ഉയർന്ന ഫണങ്ങളെ അടിച്ചുടച്ചു. പീഡിതരുടെ ക്രൂരതകളിൽ കൂടെ പിറക്കാതെയും കൂടപ്പിറപ്പായി നിന്നു. എല്ലാ മനുഷ്യരെയും ചേർത്തു പിടിച്ചു. ഈ കരുതലിന്റെ, കാരുണ്യത്തിന്റെ, സമര സഞ്ചയത്തിന്റെ തീർത്താൽ തീരാത്ത കടപ്പാടാണ് മരണം വന്ന് വിളിച്ച 2025 ജൂലൈ 21 ഉച്ചയ്ക്ക് ശേഷം 3:20 മുതൽ ജൂലൈ 23 രാത്രി 10 മണിവരെ ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ മൃതശരീരം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുന്നതുവരെ കേരളം പ്രകടിപ്പിച്ചത്.